ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. CPIM-നും പിണറായി വിജയനും ഇനി സമാധാനിക്കാം. കാരണം SNC ലാവ്ലിൻ കേസ് ഇനി മുതൽ പിണറായിക്കും പാർട്ടിക്കും ഒരു തലവേദനയല്ല. SNC ലാവ്ലിൻ കേസിന്റെ പ്രതിപട്ടികയിൽ നിന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള 7 പേരെ ഒഴിവാക്കിയിരിക്കുന്നു. ഗൂഢാലോചന നടത്തിയതിനോ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തിയതിനോ വ്യക്തമായ തെളിവില്ലെന്നും കുറ്റപത്രം നിലനിൽക്കുന്നതല്ല എന്നുമാണ് CBI പ്രത്യേക കോടതി ജഡ്ജി R. രഘു ഇന്ന് വിധിന്യായത്തിൽ പറയുന്നത്. മാത്രമല്ല ഭരണതലത്തിലെടുത്ത പാളിച്ചകൾക്ക് ആരും ഉത്തരവാദിയല്ല എന്നും വിധിന്യായത്തിൽ പറയുന്നുണ്ട്. SNC ലാവ്ലിൻ കേസ് തന്നെ ഇതോടുകൂടി ഇല്ലാതായി പോകും എന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. ഇനി മറ്റൊരു കേസിൽ 2 പ്രതികളാണുള്ളത്. SNC ലാവ്ലിൻ കമ്പനിയും കമ്പനിയുടെ തലപ്പത്തുള്ളയാളും. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം മാത്രം അവശേഷിക്കുന്നുണ്ട്. CAG കണ്ടെത്തിയ 734 കോടി രൂപയുടെ നഷ്ടത്തിന് ആരാണ് ഉത്തരവാദി? എന്താകും ലാവ്ലിൻ കേസിന്റെ ഭാവി? ലാവ്ലിൻ കേസിന്റെ ഇന്നത്തെ വിധി CPM രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കും? ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നു. അതിനു മുമ്പ് ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി. പിണറായി ഉൾപ്പെടെ 7 പേരുടെ വിടുതൽ ഹർജി CBI കോടതി അംഗീകരിച്ചു. കുറ്റപത്രം നിലനിൽക്കുന്നതല്ലെന്ന് കോടതി. അഴിമതി, ഗൂഢാലോചന, സ്ഥാപിത താൽപര്യം എന്നീ ആരോപണങ്ങൾ തെളിയിക്കാനായില്ലെന്നും കോടതി. പുനഃപരിശോധനാ ഹർജി നൽകുമെന്ന് CBI. രാഷ്ട്രീയമായ വേട്ടയാടൽ കാലഘട്ടം കഴിഞ്ഞെന്ന പിണറായി. വേട്ടയാടിയവരിൽ മഹാനേതാക്കളും മഞ്ഞപ്പത്രക്കാരും, വലതുപക്ഷക്കാർ മുതൽ തീവ്ര ഇടതുപക്ഷക്കാർ വരെ. രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു വേട്ടയാടൽ ഘട്ടം കഴിഞ്ഞ സമയമാണ്. പാർട്ടിയല്ല മറ്റു കേന്ദ്രങ്ങളാണ് ശരിയെന്നും എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് VS-ഉം CPIM കേന്ദ്ര നേതൃത്വവും. വിധിയിൽ ആഹ്ലാദ പ്രകടനവുമായി പ്രവർത്തകർ. വിചാരണ കോടതിയുടെ ഉത്തരവോടെ പൊതുഖജനാവിന് 300 കോടിയിലധികം നഷ്ടമുണ്ടാക്കിയെന്ന ആരോപണമുയർന്ന ലാവ്ലിൻ കേസ് ഏതാണ്ട് അവസാനിച്ചുവെന്ന് നിയമരംഗത്തുള്ളവർ പറയുന്നു. CBIക്ക് മേൽക്കോടതിയിൽ റിവിഷൻ അപ്പീൽ നൽകാമെങ്കിലും കേസിന്റെ വസ്തുതകൾ ഹൈക്കോടതി പുനഃപരിശോധിക്കുന്നത് അപൂർവമാണ്. ലാവ്ലിൻ കേസിൽ ഹൈക്കോടതിയിൽ റിവിഷൻ ഹർജി നൽകുകയായിരിക്കും CBIയുടെ അടുത്ത നടപടി. എന്നാൽ ഇതുകൊണ്ട് CBIക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയില്ല. കേസിന്റെ വസ്തുതകൾ ഹൈക്കോടതി സാധാരണ പരിശോധിക്കാറില്ലെന്ന് നിയമരംഗത്തുള്ളവർ പറയുന്നു. കോടതി വിധിയുടെ രീതിയും കോടതി അധികാരപരിധി വിട്ടോ ഉത്തരവിൽ പാകപ്പിഴകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളുമാണ് ഹൈക്കോടതി പരിശോധിക്കാറുള്ളത്. ആ വിധി പ്രസ്താവിച്ച രീതിയും അതിൽ പാകപ്പിഴകൾ വന്നിട്ടുണ്ടോ, അധികാരപരിധി വിട്ടോ, ഉള്ള അധികാരം ശരിയായി വിനിയോഗിച്ചോ തുടങ്ങിയ പരിമിതമായ വസ്തുതകളുടെ ഹൈക്കോടതിയുടെ റിവിഷൻ അധികാരം നിലനിൽക്കുന്നുള്ളൂ. ഇടമലയാർ കേസിൽ മുൻമന്ത്രി ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെയുള്ള പ്രോസിക്യൂഷൻ നടപടികൾ പിൻവലിച്ചതിനെതിരെ സുപ്രീംകോടതി ഇടപെട്ടതാണ് ഇതിന് അപവാദമായ പ്രധാനപ്പെട്ട സംഭവം. എന്നാൽ ഇതിനുള്ള സാധ്യത ലാവ്ലിൻ കേസിൽ കുറവാണ്. ഇതോടെ 300 കോടിയിലധികം രൂപ ഖജനാവിന് നഷ്ടമുണ്ടായെന്ന CAGയുടെ കണ്ടെത്തലിലെ വാസ്തവം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതെ അന്വേഷണം എന്നേക്കുമായി അവസാനിക്കും. ക്രിമിനൽ നടപടി നിയമപ്രകാരം യാതൊരു അന്വേഷണവും ഹൈക്കോടതി ഇതിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ ആ 300 കോടി രൂപ എന്നേക്കുമായി സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ടു. അത് ആര് നഷ്ടപ്പെടുത്തി എന്നല്ലേ അന്വേഷിക്കേണ്ടത്. അത് അന്വേഷിക്കുന്നതിൽ രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസി പരാജയപ്പെട്ടിരിക്കുന്നു. ഉന്നതർക്ക് പങ്കുണ്ടെന്ന് ആരോപണമുയർന്നതിനെ തുടർന്ന് ഹൈക്കോടതി CBI അന്വേഷണത്തിന് വിട്ട കേസിൽ പാകപ്പിഴകളില്ലാതെ കുറ്റപത്രം സമർപ്പിക്കാൻ പോലും കഴിയാതിരുന്ന CBIയുടെ വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടും. അനിൽ കാരാമൽ, മീഡിയ 1, കൊച്ചി. സർക്കാർ ഖജനാവിന് 374 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയ SNC ലാവ്ലിൻ കരാറിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ ആരാണ്? ഇത് അന്വേഷിക്കാനാണ് ഹൈക്കോടതി കേസ് CBIയെ ഏൽപ്പിച്ചത്. ഇപ്പോൾ കേസ് 2ആയി പരിഗണിച്ചുകൊണ്ട് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള 7 പേരെ കോടതി പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. CPIM-നും പിണറായി വിജയനും ഏറെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും പ്രതിബന്ധങ്ങളും തലവേദനയും സൃഷ്ടിച്ച SNC ലാവ്ലിൻ കേസ് ഇതോടുകൂടി ഇല്ലാതാവുകയാണ് എന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. ഇതിന്റെ നിജസ്ഥിതി എന്താണ്? എന്താണ് SNC ലാവ്ലിൻ കരാർ? എവിടെ നിന്നാണ് ഈ അഴിമതി ആരോപണം ഉയർന്നു വന്നത്? എന്താണ് ഈ കരാറുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള മറ്റാരോപണങ്ങളും? ഏതൊക്കെ തരത്തിൽ ഇതിന്റെ അന്വേഷണങ്ങൾ പുരോഗമിച്ചു? എന്താണ് ഈ വിവാദത്തിന്റെ മാനങ്ങൾ? നമുക്ക് വിശദമായി പരിശോധിക്കാം. എവിടെ നിന്നാണ് SNC ലാവ്ലിൻ കരാർ തുടങ്ങുന്നത്? പന്നിയാർ ചെങ്കുളം പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിനും പുനരുദ്ധാരണത്തിനുമുള്ള പദ്ധതിയായിരുന്നു ഇത്. 1995 ഓഗസ്റ്റ് 10 SNC ലാവ്ലിനും KCB ബോർഡുമായി UDF സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടു. അതായത് AK ആന്റണി സർക്കാരാണ് അന്ന് ആദ്യമായി
ഈ പദ്ധതിയുമായി മുന്നോട്ട് വരുന്നത് അന്നത്തെ വൈദ്യുതി മന്ത്രി ജി കാർത്തികേയനായിരുന്നു. 3 ഘട്ടങ്ങളിലായാണ് ഈ കരാറുള്ളത്. ഇതിന്റെ ആദ്യ 2 ഘട്ടങ്ങളും ഒപ്പുവെക്കുന്നത് അന്ന് വൈദ്യുതി മന്ത്രിയായിരുന്ന ജി കാർത്തികേയനാണ്. 1996 ഫെബ്രുവരി 24-ന് ജി കാർത്തികേയൻ വൈദ്യുതി മന്ത്രിയായിരിക്കെയാണ് ഈ ധാരണാപത്രം കൺസൾട്ടൻസി കരാറാക്കി മാറ്റുന്നത്. ഈ കൺസൾട്ടൻസി കരാർ ഉണ്ടാക്കുന്നത് KSEBയും SNC ലാവ്ലിനും തമ്മിൽ തന്നെയാണ്. 1996 മെയ്യിൽ LDF സർക്കാർ അധികാരത്തിലേറി. പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായി. പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായതിനു ശേഷമാണ് കൺസൾട്ടൻസി കരാറിന്റെ അവസാന ഘട്ടത്തിലേക്ക്, അതായത് SNC ലാവ്ലിനുമായുള്ള കരാറിന്റെ അവസാന ഘട്ടം ഒപ്പുവെക്കുന്നത്. അതായത് UDF സർക്കാർ തുടർന്നു കൊണ്ടുവന്ന ഒരു നയത്തെ പിന്തുടരുകയായിരുന്നു അന്ന് വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയനും ചെയ്തിരുന്നത്. 1996 സെപ്റ്റംബർ 19-ന് ഇ ബാലാനന്ദൻ ചെയർമാനായി ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നു. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ നേരിടുന്ന അവരുടെ നവീകരണത്തിന് വേണ്ട ആവശ്യങ്ങൾ എങ്ങനെയാണ്, കേരളത്തിന്റെ ഊർജ്ജോൽപാദനം കൂട്ടുന്നതിന് എന്തൊക്കെ നടപടികൾ വേണം എന്നതായിരുന്നു ഇ ബാലാനന്ദൻ ചെയർമാനായ കമ്മിറ്റി പരിശോധിച്ചിരുന്നത്. 1997 ഫെബ്രുവരി 2-ന് ബാലാനന്ദൻ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നു. വിദേശ സഹായം കൂടാതെ അറ്റകുറ്റപ്പണി ആകാം എന്നായിരുന്നു ഇ ബാലാനന്ദന്റെ റിപ്പോർട്ട്. 1998 ഏപ്രിൽ 25-ന് മലബാർ ക്യാൻസർ സെന്റർ സ്ഥാപിക്കുന്നതിന് ലാവ്ലിനുമായി ധാരണാപത്രം ഒപ്പിടുന്നു. LDF ഭരിക്കുന്നു. പിണറായി വിജയൻ വൈദ്യുതി മന്ത്രി. 1998 ജൂലൈ 6-ന് ലാവ്ലിൻ കമ്പനിയുമായി അന്തിമ കരാർ ഒപ്പിടുന്നു. LDF സർക്കാർ. പിണറായി വിജയൻ തന്നെ വൈദ്യുതി മന്ത്രി. 1998-ൽ ലാവ്ലിനുമായി അന്തിമ കരാർ ഒപ്പിട്ടതിന് ശേഷം 2001 ജൂണിൽ പദ്ധതിയിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന ആരോപണം വരുന്നു. അന്നത്തെ UDF സർക്കാരാണ് സത്യത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. 2003 മാർച്ചിൽ UDF മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിയാണ് SNC ലാവ്ലിൻ കരാറുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. 2005-ൽ ലാവ്ലിൻ കരാർ ഖജനാവിന് നഷ്ടമുണ്ടാക്കിയെന്ന് CAG. 374 കോടിയുടെ നഷ്ടമാണ് CAG കണക്ക് കൂട്ടിയത്. 2006 മാർച്ചിൽ ഉമ്മൻചാണ്ടി സർക്കാർ CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നു. 2006-ൽ CBI അന്വേഷണം. ഹൈക്കോടതിയിൽ നന്ദകുമാറിന്റെ പൊതു താൽപര്യ ഹർജി വരുന്നു. 2007 ജനുവരി 16-ന് അന്വേഷണം ഏറ്റെടുക്കാൻ CBIയോട് ഹൈക്കോടതി ആവശ്യപ്പെടുന്നു. CBIയുടെ പരിഗണനാ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനം സർക്കാർ ഖജനാവിന് എത്രമാത്രം നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്, ഈ പദ്ധതി പ്രകാരം ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ട വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. അതിൽ നിന്നാണ് പല കാര്യങ്ങളും തെളിഞ്ഞു വരുന്നത്. 2009 ജനുവരി 22-ന് CBI പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുന്നു. പിണറായി വിജയൻ കേസിൽ 7-ാം പ്രതി. 2009 മെയ്യിൽ പിണറായിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണറുടെ അനുമതി തേടുന്നു. പിണറായി വിജയനെ 7-ാം പ്രതിയാക്കിക്കൊണ്ടാണ് CBIയുടെ റിപ്പോർട്ട് പുറത്തു വന്നത്. പിന്നീട് പല ഘട്ടങ്ങളിലായി കോടതിയിൽ കേസ് വിസ്താരത്തിന്റെ നാളുകളിൽ പലതരത്തിലുള്ള സംശയങ്ങളും കോടതി ഉന്നയിക്കുകയുണ്ടായി. ഈ കരാറിന്റെ ആദ്യ ഭാഗം ഒപ്പിട്ട അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന ജി കാർത്തികേയൻ എങ്ങനെ ഈ കേസിൽ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്ന ചോദ്യമുണ്ടായി. ഒരുപക്ഷെ CPIM നിരന്തരം ഉന്നയിച്ചിരുന്ന ഒരു വാദം എങ്ങനെ ജി കാർത്തികേയൻ ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറിപ്പോയി എന്നാണ്. ജി കാർത്തികേയന് മേൽ കുറ്റമാരോപണം ഇല്ല എന്ന് മാത്രമല്ല, പ്രതിപട്ടികയിൽ അദ്ദേഹം ഉൾപ്പെട്ടതുമില്ല. അന്നത്തെ KSEB ബോർഡ് ചെയർമാനെ പ്രതിയാക്കുകയും ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ വീഴ്ചയാണ്, അതിൽ വൈദ്യുതി മന്ത്രിക്ക് ഉത്തരവാദിത്വമില്ല എന്ന നിലപാടിൽ CBI എത്തിച്ചേരുകയുമായിരുന്നു. ഇതേ തുടർന്നാണ് കേസ് വിഭജിക്കണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെടുന്നത്. കേസ് വിഭജിച്ച ശേഷം വിടുതൽ ഹർജി സമർപ്പിക്കുന്നു. 2013 നവംബർ 5, അതായത് ഇന്ന്, പിണറായി ഉൾപ്പെടെ 7 പേരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള വിധിന്യായം പുറത്തുവരുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ഗതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ട് ഈ വിധി വരുന്നതോടുകൂടി. കാരണം 90-ാം പിറന്നാളിനോടനുബന്ധിച്ച് VS അച്യുതാനന്ദൻ വിവിധ ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിൽ CAG റിപ്പോർട്ടിൽ താൻ ഉറച്ചു നിൽക്കുകയാണെന്നും SNC ലാവ്ലിൻ കരാറിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന നിലപാടാണ് തനിക്കുള്ളത് എന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നത്. അദ്ദേഹം ഇന്ന് തന്നെ നിലപാട് തിരുത്തിയിരിക്കുന്നു. കോടതി വിധിയെ VSം സ്വാഗതം ചെയ്തിരിക്കുന്നു. ഏത് തരത്തിലാണ് CPIM രാഷ്ട്രീയത്തിൽ ഇത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്? പിണറായി വിജയന്റെ അവസാനത്തെ പ്രതിബന്ധവും ഇല്ലാതാകുന്നതോടുകൂടി രാഷ്ട്രീയ കേരളത്തിൽ CPIMന്റെ അനിഷേധ്യനായ നേതാവായി പിണറായി വിജയൻ വളരാൻ പോവുകയാണോ? ഇനിയിപ്പോൾ പാർട്ടി പ്ലീനം പാലക്കാട് നടക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്? പിണറായി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ പാർട്ടിയിലെ വിഭാഗീയത എന്നേക്കുമായി ഇല്ലാതാക്കാൻ ഈ വിധി സഹായകരമാകുമോ? ഇതുൾപ്പെടെ ഈ കേസിന്റെ വിവിധ മാനങ്ങൾ ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നു അതിഥികൾക്കൊപ്പം. ഇന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ അതിഥികളായി CPM നേതാവ് MM ലോറൻസ് കൊച്ചിയിൽ നിന്ന് ചേരും. അതുപോലെ ഇടത് നിരീക്ഷകൻ NM പിയേഴ്സൺ കൊച്ചിയിലുണ്ട്. CPIയുടെ VS സുനിൽകുമാർ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ, മാധ്യമപ്രവർത്തകൻ സെബിൻ ജോർജ് തിരുവനന്തപുരത്തുണ്ട്. ഒപ്പം തന്നെ അഭിഭാഷകനായ ഉണ്ണികൃഷ്ണനും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ശ്രീ MM ലോറൻസ്,
ശ്രീ എം ലോറൻസ്, പിണറായി വിജയനെ ഇക്കാല അത്രയും ഏറ്റവും അധികം രാഷ്ട്രീയമായി പ്രതിയോഗികൾ ഉപയോഗിച്ചിരുന്നത് SNC ലാവ്ലിൻ വിഷയത്തിലായിരുന്നു. SNC ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോടുകൂടി CPM-ന്റെ സംഘടനാ സംവിധാനത്തിലും CPM-ന്റെ രാഷ്ട്രീയ ഇടപെടലുകളിലും പിണറായിയുടെ രാഷ്ട്രീയ ഭാവിയിലും ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങളല്ല പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ സംഭവത്തെ തുടർന്ന്, ഈ വിധിയെ തുടർന്ന് പാർട്ടിയിൽ കുറേ കാലമായി നിലനിന്നിരുന്ന വിഭാഗീയത അത് വലിയ തോതിൽ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല. അത് ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഈ വിധിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അതാണ്. രണ്ടാമത്തെ കാര്യം, പിണറായി വിജയൻ ഈ കാര്യത്തിൽ കുറ്റവാളിയാണെന്ന് സ്ഥാപിക്കാൻ ഒരു മുൻവിധിയോട് കൂടിയിട്ട് സ്വീകരിച്ചിരുന്ന VS ആ നിലപാടിൽ നിന്ന് പിന്മാറുകയും വിധിയെ അംഗീകരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതും വലിയൊരു മാറ്റമാണ്. ഈ വിധിയെ തുടർന്ന് CPIM എന്ന് പറയുന്ന പാർട്ടിയുടെ സംഘടനാ കരുത്ത് വമ്പിച്ച തോതിൽ വർദ്ധിക്കാൻ പോവുകയാണ്. LDFൻ്റെ ശക്തിയും അതോടൊപ്പം കൂടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. CPIM ആണല്ലോ LDFന് നേതൃത്വം നൽകുന്നത്. ഘടകകക്ഷികൾ തമ്മിലുള്ള ബന്ധം മുൻപത്തേക്കാൾ കൂടുതൽ ദൃഢമായി തീരുകയും ചെയ്യും ഈ വിധിയെ തുടർന്ന്. ഇതിൻ്റെ മറുഭാഗമാവട്ടെ, ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന UDF ഇപ്പോൾ തന്നെ ദുർബലമാണ്. വലിയ അഴിമതി ആരോപണങ്ങൾക്ക് വിധേയമായി വലിയ വാദപ്രതിവാദം കേരളത്തിൽ ഉടലെടുക്കുവാൻ ഇടയായിത്തീർന്നിട്ടുള്ള ഒരു സാഹചര്യം. ഇതൊന്നും UDFന് ഒരു ഗുണവും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, UDFനെ കൂടുതൽ അത് മോശമാക്കി തീർക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങേയറ്റം ശ്രീമൻ ലോറൻസ്, ഇന്നിപ്പോൾ ഈ വിധി വന്ന ശേഷം വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പരസ്യമായി പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇതുവരെ എടുത്ത നിലപാടുകൾ താങ്കൾക്കറിയാം. പോളിറ്റ് ബ്യൂറോയിൽ അദ്ദേഹത്തിന്റെ പദവി വരെ നഷ്ടപ്പെടാൻ ഇടയായത് SNC ലാവ്ലിൻ കേസിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായി പരസ്യമായി നിലപാട് സ്വീകരിച്ചതിന്റെ പേരിലാണ്. ഏറ്റവും ഒടുവിൽ പോലും അദ്ദേഹത്തിനുണ്ടായിരുന്ന നിലപാട് CAG റിപ്പോർട്ടിനെ വിശ്വസിക്കുന്നു എന്നാണ്. പിണറായി വിജയന് പാർട്ടിക്കകത്ത് മേധാവിത്വം നൽകുന്നതിനും രാഷ്ട്രീയമായി ഒരു വിജയമായും VSനെ കൂടി തിരുത്താനും ഈ വിധി സഹായകരമാകുമോ? VSന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന CPIM സംസ്ഥാന സമിതിയുടെ പ്രമേയം നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ സ്ഥാനം നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കുമോ പിണറായി തന്റെ വിജയം പാർട്ടിയിൽ പ്രതിഫലിപ്പിക്കുക? നിങ്ങൾ ഈ വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ച് ഈ പ്രശ്നത്തെ വിലയിരുത്താനാണ് ശ്രമിക്കുന്നത്, അഥവാ ആ വിധത്തിൽ അവതരിപ്പിക്കാനാണ് കഴിഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടൊക്കെ പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല. കുറേ അതൊക്കെ പറയാം, പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുമ്പോൾ അവിടുന്ന് നിങ്ങൾ വഴിതിരിച്ച് വിട്ടു ചർച്ച. അതാണ് നിങ്ങൾ ചെയ്തത്. ഞാൻ UDFൻ്റെ അധപ്പതനത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. മുഖ്യമന്ത്രിക്ക് ഉണ്ടായിത്തീർന്നിട്ടുള്ള ജാള്യത എത്രമാത്രം പരിഹാസ്യമായ വിധത്തിൽ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നുവെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഈ ലാവ്ലിൻ കേസ് കേരളത്തിൽ ഉയർന്നു വന്നതിന് ശേഷം നമുക്കറിയാം CPM-ൽ തന്നെ രണ്ട് പക്ഷമുണ്ടായിരുന്നു. അത് വ്യക്തമാണ്. ഇതിൽ ഒരു പക്ഷത്തായിരുന്നു വ്യക്തമായും CPI ഉണ്ടായിരുന്നത്. ഇപ്പോൾ MM ലോറൻസ് ഇവിടെ സൂചിപ്പിക്കുന്നു, ലാവ്ലിൻ കേസിലെ ഇന്നത്തെ വിധി CPM-ഉം LDF-ലെ മറ്റ് ഘടകകക്ഷികളുമായ ബന്ധത്തെ കൂടി ഊർജ്ജസ്വലമാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനർത്ഥം CPM ഇന്ന് VS അച്യുതാനന്ദൻ പ്രതികരിച്ചതുപോലെ ലാവ്ലിൻ കേസ് വിധിയോട് പ്രതികരിക്കും എന്ന് തന്നെയല്ലേ? അല്ല, CPI ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നു എന്ന് താങ്കൾക്ക് എവിടെ നിന്നാണ് വിവരം കിട്ടിയെന്ന് എനിക്കറിയില്ല. അങ്ങനെ CPI ഒരു പക്ഷത്ത് നിന്നിട്ടില്ല ഇക്കാര്യത്തിൽ. ഈ വിധി വളരെ സ്വാഗതാർഹമാണെന്ന് മാത്രമല്ല, ഈ വിധി കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്ന് പറയുന്നത് വളരെ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്നൊരു വിധിയാണ്. കാരണം അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ UDF ആണ്. ഇവിടെ പല അഴിമതി, ഇപ്പോൾ പാം ഓയിൽ അഴിമതി കേസാണെങ്കിലും സൂര്യതാപവുമായി ബന്ധപ്പെട്ട് എനർജിയും സോളാർ എനർജിയുമായി ബന്ധപ്പെട്ട അഴിമതിയിലാണെങ്കിലും ശക്തമായ നിലയിൽ ജനവികാരം ഉയർന്നു വന്നപ്പോഴെല്ലാം UDF ഒരു പരിചയാക്കി മുന്നോട്ട് വെച്ച കാര്യം ലാവ്ലിൻ കേസാണ്.
അപ്പൊ എല്ലാവരും അഴിമതിക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവർക്ക് ലഭിച്ച ഒരു അവസരം എന്ന നിലയിൽ അവരത് ഉപയോഗപ്പെടുത്തുകയും ജനങ്ങൾക്കിടയിൽ LDF സുനിൽകുമാർ, മുൻപ് CPIയുടെ സംസ്ഥാന നേതാക്കൾ ലാവ്ലിൻ കേസിനെ പറ്റി പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ, അവർ എഴുതിയിട്ടുള്ള ഒളിയമ്പുകളെല്ലാം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നുണ്ട്. എന്നോടാണോ? അതെ, താങ്കളോടാണ്. എന്താണ് തങ്ങി നിൽക്കുന്നതെന്ന് പറയാമോ? ലാവ്ലിൻ കേസിൽ വ്യക്തമായും അഴിമതി നടന്നു എന്ന് സൂചിപ്പിക്കുന്ന നിരവധി പ്രസ്താവനകൾ CPI നേതാക്കളുടേതായി പുറത്തു വന്നിട്ടുണ്ട്. അല്ല, ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യം ആ കേസ് നിയമപരമായി നേരിടണം എന്ന കാര്യമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ അതിനെ സംബന്ധിച്ച് ആ കേസ് പിന്നെ കോടതി പരിഗണിക്കുന്ന കേസാണ്, അതുകൊണ്ട് നിയമപരമായി തന്നെ അത് നേരിടേണ്ടതാണ് എന്ന നിലപാടാണ് CPI എടുത്തിരുന്നത്. ഒരിക്കലും ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനോ അല്ലെങ്കിൽ CPM ഒറ്റതിരിക്കാനോ അല്ലെങ്കിൽ പിണറായി വിജയനെ വ്യക്തിപരമായിട്ട് ആക്രമിക്കാനോ CPI ഒരിക്കലും ഈ കേസിന് എടുത്തിട്ടില്ല എന്ന കാര്യം ഞാൻ ഇവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ MM ലോറൻസ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, കാര്യങ്ങളെ വ്യക്തിയിൽ അധിഷ്ഠിതമായി ചർച്ച ചെയ്യുന്നതിൽ താല്പര്യമില്ല. അദ്ദേഹം UDF-ന് ഇതുണ്ടാക്കാൻ പോകുന്ന തലവേദനയെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. സത്യം മറ്റൊന്നായിരിക്കെ താങ്കൾക്കറിയാം VS അച്യുതാനന്ദൻ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള പരസ്യമായ നിലപാട്. ഇന്നിപ്പോൾ VS-ന്റെ പ്രതികരണത്തിനാണ് ഒരുപക്ഷെ ആദ്യം എല്ലാവരും കാത്തിരുന്നത്. VS അച്യുതാനന്ദനെ നിശബ്ദനാക്കാനും പാർട്ടിയുടെ വരുതിക്ക് കൊണ്ടുവരാനും ആയിരിക്കുമോ പിണറായി വിജയന്റെ ഈ വിജയം ഉപയോഗിക്കപ്പെടുക? അതല്ല പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് VS-നെ നീക്കിക്കൊണ്ട് കൂടുതൽ ശക്തനായി പിണറായി വിജയൻ ഉയർന്നു വരാനാകുമോ ഇത് ഇടവരുത്തുക? അല്ല, ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വന്നിരിക്കുന്നതായിട്ടുള്ള വിധി കേരള രാഷ്ട്രീയത്തിനുണ്ടാക്കുന്ന പ്രത്യാഘാതം രണ്ട് രീതിയിൽ തന്നെയാണ് പരിശോധിക്കപ്പെടാവുന്നത്. ഒന്ന്, അതെങ്ങനെയാണ് CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നതായിട്ടുള്ള വിഭാഗീയയെ സ്വാധീനിക്കുകയും ആ വിഭാഗീയ പ്രവർത്തനത്തിൽ ഒരു ഭാഗത്തുള്ള ആളുകൾക്ക് മുഴുവനും എതിരായി അതിശക്തമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് സംഘടനാ സംവിധാനത്തെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷമായിരിക്കും മുന്നോട്ട് വരാനായിട്ട് പോകുന്നത്. രണ്ട്, ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDF രാഷ്ട്രീയത്തിനെതിരായിട്ട് ഇതുവരെ ഇല്ലാത്ത രീതിയിലേക്ക് ഇടതുപക്ഷ സംഘടനകളുടെ അതിശക്തമായിട്ടുള്ള നീക്കത്തിനുള്ള സാഹചര്യം ഒരുക്കപ്പെടും. എനിക്ക് തോന്നുന്നു ആ സാഹചര്യത്തിൽ VS അച്യുതാനന്ദനെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിട്ടുള്ള ഒരു ആലോചന ആയിരിക്കുകയില്ല. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ദുർബലമായിട്ടുള്ള നീക്കങ്ങൾക്ക് പകരമായിട്ട് പാർട്ടിക്കകത്ത് പ്രത്യേകിച്ച് CPM-നകത്ത് നിലനിൽക്കുന്നതായിട്ടുള്ള വിഭാഗീയതയിൽ VS അച്യുതാനന്ദൻ നേതൃത്വം കൊടുക്കുന്നതായിട്ടുള്ള ആ വിഭാഗത്തിനെ ഒതുക്കിയെടുക്കുന്നതിന് വേണ്ടി ഈ വിധി തീർച്ചയായിട്ടും ഉപയോഗിക്കപ്പെടാനുള്ള ഉപകരണമായിട്ട് വരാനുള്ള സാധ്യത തള്ളിക്കളയാവുന്നതല്ല. തിരികെ താങ്കളിലേക്ക് അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, ഈ കേസിൻ്റെ ഭാവി എന്താണ്? ഇപ്പോൾ നിലവിൽ CBI കോടതി ഇക്കാര്യത്തിൽ ഒരു വിധി പറഞ്ഞിരിക്കുന്നു. ഇതിൽ CBI അപ്പീൽ പോയാൽ യഥാർത്ഥത്തിൽ ലാവ്ലിൻ കേസിൽ നടന്നിട്ടുള്ള അഴിമതി, അതുവഴി സംസ്ഥാനത്തെ ഖജനാവിനുണ്ടായ നഷ്ടം, പന്നിയാർ ചെങ്കുളം പള്ളിവാസൽ പദ്ധതികളിൽ അറ്റകുറ്റപ്പണി നടന്നിട്ടും 1 മെഗാവാട്ട് വൈദ്യുതി പോലും കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന CAG-യുടെ കണ്ടെത്തൽ, ഇതെല്ലാം സംസ്ഥാനത്തെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് CBI കോടതി വിധി പ്രസ്താവിച്ചെങ്കിലും ഈ കേസിന്, ഇതിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾക്ക് പൊതുജനങ്ങൾക്ക് മുമ്പിൽ പ്രസക്തിയുണ്ട്. എന്താകും ലാവ്ലിൻ കേസിൻ്റെ ഭാവി? ഇപ്പോൾ കോടതി ഉത്തരവ് നമ്മളാരും കണ്ടിട്ടില്ല. ഇന്ന് കോടതി ഉത്തരവ് പറഞ്ഞിട്ടേ ഉള്ളൂ, അതിൻ്റെ പകർപ്പ് ആർക്കും കിട്ടിയിട്ടില്ല. കോടതി ഉത്തരവിൻ്റെ പകർപ്പ് കിട്ടിയെങ്കിൽ മാത്രമേ അതിനകത്ത് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇവരെ കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത് എന്ന് അറിയാൻ കഴിയുള്ളൂ. സാധാരണയായി പ്രോസിക്യൂഷൻ, CBI ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി, CBI കണ്ടെത്തി തെളിവുകൾ കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നടപടികൾ മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ ഇവിടെ കോടതിയിൽ പ്രതികളായിട്ടുള്ള 7 പേര് ഡിസ്ചാർജ് പെറ്റീഷൻ ഫയൽ ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ആ ഡിസ്ചാർജ് പെറ്റീഷൻ വാദം കേട്ടിട്ടാണ് ഇപ്പം അനുവദിച്ചിരിക്കുന്നത്. അതിന് CBI കോടതിക്ക് പവറുണ്ട്, എല്ലാ അധികാരങ്ങളും ഉണ്ട്. അപ്പോൾ ആ കോടതി അത് നോക്കിയത് ഏത് തരത്തിലാണ്, അത് പ്രോസിക്യൂഷൻ, അതായത് CBI എന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ ഇവരെ പ്രതിയാക്കിയത് എന്ന് നോക്കാനുള്ള അധികാരം കോടതിക്കുണ്ട്. അത് നോക്കി കാണും. അപ്പോ ലാവ്ലിൻ കേസിൽ ഇനി ഇപ്പോൾ അവശേഷിക്കുന്നത് കാനഡയിൽ നിന്നുള്ള 2 പ്രതികൾ മാത്രമാണ്. അതായത് കുറ്റപത്രം തന്നെ ഇല്ലാതായിരിക്കുന്നു. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രതി ചേർക്കപ്പെട്ട 7 പേരും ഇപ്പോൾ പ്രതികളല്ലാതായി മാറിയിരിക്കുന്നു.
കുറ്റപത്രത്തിൽ വന്ന ന്യൂനതയാണോ ഇവിടെ പ്രതിഭാഗത്തിന് ഗുണമായി മാറിയത്? SNC ലാവ്ലിൻ കേസിൽ CAGയുടെ കണ്ടെത്തൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ 374 കോടി രൂപയുടെ നഷ്ടം സർക്കാർ ഖജനാവിന് ഉണ്ടാക്കി എന്നുള്ളതാണ്. ഈ ഒരു അടിസ്ഥാന വിഷയം നിലനിൽക്കെ ഇനിയിപ്പോൾ കാനഡയിൽ നിന്നുള്ള 2 പ്രതികൾ മാത്രം അവശേഷിക്കുന്ന ഒരു കേസിന് എന്തു ഭാവിയാണുള്ളത്? സത്യത്തിൽ ഈ നിലയ്ക്ക് പോയാൽ യാതൊരു ഭാവിയുമില്ല. യഥാർത്ഥത്തിൽ ഓരോ പൗരനും, കേരളത്തിലെ ഓരോ പൗരനും അറിയാം ഇതിനകത്ത് വലിയ അഴിമതി നടന്നിട്ടുണ്ട്. അത് CAG അംഗീകരിച്ചിട്ടുമുണ്ട്. CAG റിപ്പോർട്ടിനകത്ത് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് CBIയുടെ കുറ്റപത്രത്തിലെ അപാകത തന്നെ ആയിരിക്കാം കോടതി ഇങ്ങനെ ഒരു ഉത്തരവിടാനായിട്ട് സാധ്യത ഉണ്ടായത്. റൈറ്റ്, തിരികെ താങ്കളിലേക്ക്. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ സെബിൻ ജോർജുണ്ട് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ. സെബിൻ ജോർജ്, ഈ കേസിൻ്റെ വിചാരണ വളരെ കൗതുകകരമായിരുന്നു. ഒരു ഘട്ടത്തിൽ പിണറായി വിജയനു വേണ്ടി കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് MK ദാമോദരൻ വാദിച്ചു, LDF സർക്കാർ തന്നെ നിയോഗിച്ച ബാലാനന്ദൻ കമ്മിറ്റി ഒരു രാഷ്ട്രീയ കമ്മിറ്റിയായിരുന്നു, അതിൽ വിദഗ്ധരുടെ അഭാവമുണ്ടായിരുന്നു, അതുകൊണ്ട് ആ റിപ്പോർട്ട് പരിഗണിച്ചില്ല എന്ന സർക്കാരിൻ്റെ വീഴ്ച കോടതി പരിഗണിക്കരുതെന്ന് വാദിച്ചു. ഒരു സർക്കാർ തന്നെ നിയോഗിച്ച ഒരു കമ്മിറ്റിയെ അതേ സർക്കാരിന് വേണ്ടി വാദിക്കുന്ന, അല്ലെങ്കിൽ അതേ സർക്കാരിൻ്റെ പ്രതിനിധികൾക്ക് വേണ്ടി കോടതിയിൽ വാദിക്കുന്നവർ തന്നെ തള്ളിപ്പറയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. യഥാർത്ഥത്തിൽ ഈ ഒരു വാദമല്ലേ ഇപ്പോൾ ഈ അക്വിറ്റലിന് കാരണമായിട്ടുള്ളത്? ഇതിൽ 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, ആദ്യം എൻ്റെ പേരിനെ സംബന്ധിച്ച്. എൻ്റെ പേര് സെബിൻ ജോസ് എന്നല്ല, സെബിൻ ജേക്കബാണ്. നമുക്ക് കേസിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. തെറ്റിപ്പോയതാണ്. നമുക്ക് കേസിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ലാവ്ലിൻ കരാർ എന്ന് പറയുന്നത് ഈ PSP കരാർ മാത്രമല്ല. PSP കരാറിന് മുൻപ് മറ്റൊരു കരാർ, കുറ്റ്യാടി എക്സ്റ്റൻഷൻ പ്രോജക്റ്റ് CV പത്മരാജൻ്റെ കാലത്ത് തുടക്കമിട്ടിരുന്നു. CV പത്മരാജൻ്റെ കാലത്ത് തുടക്കം കുറിച്ച ഈ കുറ്റ്യാടി എക്സ്റ്റൻഷൻ പ്രോജക്റ്റിൻ്റെ കാര്യത്തിൽ CAG പറയുന്നത്, ഇംപ്ലിമെൻറ്റിംഗ് ദ കുറ്റ്യാടി എക്സ്റ്റൻഷൻ സ്കീം അറ്റ് ആൻ എക്സോർബിറ്റൻറ്റ് കോസ്റ്റ് without giving due regard to actual inflow of water rendered the investment of rupees 201.4 crores unfruitful. 201.4 കോടി രൂപ നിഷ്ഫലമായി പോയി എന്നാണ് കുറ്റ്യാടി എക്സ്റ്റൻഷൻ പദ്ധതിയെക്കുറിച്ച് CAG റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം PSB പദ്ധതിയെക്കുറിച്ച് ഇങ്ങനെ അൺഫ്രൂട്ട്ഫുൾ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, കോമ്പൻസറേറ്റ് ഗെയിൻസ് ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. അതും സാങ്കേതികമായ ചില പ്രശ്നങ്ങളെ ചൊല്ലിയാണ്. പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരിക്കെ ആണ് ഇതിൻ്റെ സപ്ലൈ കരാർ ഒപ്പിട്ടത്. പക്ഷേ അദ്ദേഹം സാങ്കേതിക വിദഗ്ധനല്ല. സാങ്കേതികമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എങ്കിൽ അക്കാര്യം നോക്കേണ്ടത് ബോർഡിലെ സാങ്കേതിക വിദഗ്ധരാണ്. ബോർഡിലെ സാങ്കേതിക വിദഗ്ധർ പരിശോധിച്ചതായും ആ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഫ്രൈറ്റിൽ സാമഗ്രികൾ ഇങ്ങോട്ട് കാനഡയിൽ നിന്ന് കൊണ്ടുവരുന്ന വഴിക്ക് 1-2 ചെറിയ കേടുപാടുകൾ പറ്റിയതൊക്കെ ലാവ്ലിൻ തന്നെ സ്വന്തം ചെലവിൽ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് നിയമസഭയിൽ ആര്യാടൻ മുഹമ്മദിൻ്റെ കാലത്ത് മറുപടി പറഞ്ഞിരുന്നതാണ്. CAG ചൂണ്ടിക്കാട്ടിയത് അത് ഫലവത്തായില്ല എന്നതോടൊപ്പം തന്നെ അറ്റകുറ്റപ്പണി നടത്തതിന് ശേഷം അതുവരെ ഉൽപ്പാദനം കുറവായിരുന്നു, 1 മെഗാവാട്ട് പോലും വൈദ്യുതി കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നത് തന്നെ ആ അറ്റകുറ്റപ്പണി യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല എന്ന് തന്നെയല്ലേ അത് അർത്ഥമാക്കേണ്ടത്? അങ്ങനെയല്ല. വൈദ്യുതി കൂടുതൽ, 1 യൂണിറ്റ് വൈദ്യുതിയെങ്കിലും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക എന്നതായിരുന്നില്ല PSB കരാർ. വാസ്തവത്തിൽ പന്നിയാർ ശങ്കുളം പള്ളിവാസൽ പദ്ധതികളുടെ നവീകരണത്തിന് വേണ്ടിയുള്ള പദ്ധതികളായിരുന്നു. അവിടെ ഈ പദ്ധതി നടക്കുന്ന സമയത്ത് 2 ജനറേറ്ററുകൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമായിരുന്നു. അവ പ്രവർത്തന സജ്ജമാക്കി ഈ കരാറിലൂടെ. ആ സമയത്ത് തിരിച്ചു വരാം സെബിനിലേക്ക്. ശ്രീ VS സുനിൽകുമാർ, CPIM പല രാഷ്ട്രീയ വിഷയങ്ങളിലും നിലപാടെടുക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട് ഘടകകക്ഷിയായ CPIക്ക്. കാരണം CPIMന്റെ ഔദ്യോഗിക നേതൃത്വം എടുക്കുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായ നിലപാട് പരസ്യമായി സ്വീകരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവുണ്ട് നിങ്ങൾക്ക്. VS അച്യുതാനന്ദൻ ഈ വിഷയത്തിൽ, SNC ലാവ്ലിൻ വിഷയത്തിലും വളരെ പ്രകടമായി തന്നെ CPIMന്റെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായി നിന്നു. CAG റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ശരിയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിച്ചു. CAGയുടെ കണ്ടെത്തലുകൾ ഒരു കോടതിയും നാളിതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിലും തൻ്റെ നിലപാടിന് അംഗീകാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. മറച്ചുണ്ടായിരിക്കുന്നു ഇപ്പോൾ വിധിയിൽ. CPIMനകത്ത് പിണറായി വിജയൻ കൂടുതൽ ശക്തനാവുകയും CPIക്ക് ഇനി അങ്ങോട്ട് ഒരു മുന്നണിയെ നയിക്കുന്ന CPIMനകത്ത് ഒരു ഏകാഭിപ്രായം ഉണ്ടാകുമെന്നും അത് പിന്തുടർന്നാൽ മതിയുമെന്നുമുള്ളൊരു രാഷ്ട്രീയ സൗകര്യം ഇതോടുകൂടി ഉണ്ടാകാൻ പോവുകയാണോ?
അല്ല, ഇതിൽ CPM-നകത്തുള്ള പിണറായി വിജയനും സഖാ പിണറായിയും അതുപോലെ തന്നെ VS അച്യുതാനന്ദനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം CPI സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു ചർച്ചാ വിഷയമല്ല. അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണ്. അത് പരിഹരിക്കാനുള്ള സംഘടനാ കെൽപ്പ് ആ പാർട്ടിക്കുണ്ട് എന്നുള്ളതാണ് CPIയുടെ നിലപാട്. അതല്ലാതെ ആ കേസിൽ ഞങ്ങൾ കൂടുതലായി ഇടപെടാനോ അതിൻ്റെ ഭാഗമായി നിലകൊള്ളാനോ ഞങ്ങൾ ഒരിക്കലും തയ്യാറായിട്ടില്ല. പിന്നെ ഇവിടെ സഖാ പിണറായി വിജയനെതിരായി നടന്നുകൊണ്ടിരുന്ന ഈ കേസിൽ ഉണ്ടായിരിക്കുന്ന വിധി ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം ഇടതുപക്ഷ ബ്ലോക്കിന്, ഇടതുപക്ഷ മനസ്സുകൾക്ക്, ഇടതുപക്ഷ മുന്നണിക്ക് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ശക്തമായ മുന്നേറ്റമാണ്. അതിന് കാരണം UDF നടത്തിക്കൊണ്ടിരിക്കുന്ന, ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, അഴിമതിയെ എല്ലാം അവർ പരിചയമാക്കി നിർത്തിയിരുന്നത് പിണറായി വിജയനെതിരായിട്ടുള്ള ലാവ്ലിൻ കേസാണ്. ആ കേസിൽ അവരുടെ തന്നെ ഗവൺമെന്റ് അന്വേഷിക്കുന്നു, അവരുടെ തന്നെ CBI അന്വേഷിക്കുന്നു, വിചാരണ കോടതി എല്ലാം പരിശോധിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിനെതിരെ ഡിസ്ചാർജ് പെറ്റീഷൻ മൂവ് ചെയ്ത് ഡിസ്ചാർജ് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിയമപരമായി തന്നെ ആർക്കും ഒന്നും തന്നെ പറയാൻ കഴിയാത്ത വിധത്തിൽ പഴുതടച്ച ഒരു വിധി വന്നു എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ പ്രതിരോധത്തിലാകുന്നത് LDF അല്ല, UDF ആണ്. UDF-ന്റെ എല്ലാ അഴിമതികളും അവർക്കൊരു പരിചയ പോലും ഇല്ലാതെ അവർ നഗ്നരായി നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാൻ അവസരം തരണം. ഇവിടെ ഈ കേസ് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യം, പാം ഓയിൽ കേസിൽ ഇതുപോലെ തന്നെ ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുത്ത ഒരു കേസിൽ ഡിസ്ചാർജ് അവർക്കെതിരായിട്ടുള്ള ഡിസ്ചാർജ് കൊടുക്കാതിരിക്കുകയും ആ കേസ് വിചാരണ നടത്തുകയും ചെയ്യണം എന്ന് പറഞ്ഞൊരു കേസ് പൂർണ്ണമായിട്ടും പിൻവലിക്കാൻ വേണ്ടി ഒരു ആർബിട്രറി ആയിരിക്കുന്ന ഒരു ഓർഡർ ഇറക്കുന്ന ഗവൺമെന്റ് ആണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ്. ഞാൻ ഉൾപ്പെടെയുള്ള ഞാനും VS അച്യുതാനന്ദനും അതിനെതിരായിട്ടുള്ള പരാതി അപ്പീൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് എന്തും ചെയ്യാം, തങ്ങൾക്കെതിരായി കേസ് ഉണ്ടായിട്ട് പോലും ആ കേസ് പിൻവലിക്കാൻ വേണ്ടി ഏകപക്ഷീയമായ ഒരു ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് പാം ഓയിൽ കേസ്. ആ കേസും ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവിടെയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ വ്യക്തമായി സഖാ പിണറായി വിജയനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആരോപണങ്ങളെല്ലാം തന്നെ പിയേഴ്സൺ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോകുന്നു. CPM പാർട്ടി പ്ലീനം പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ മാസം. സംഘടനയാണ് പാർട്ടി പ്ലീനത്തിലെ മുഖ്യ ചർച്ചാ വിഷയം. വിഭാഗീയത ഇല്ലാതാക്കുക തന്നെയാണ് CPM-ന്റെ ലക്ഷ്യവും. എന്തായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് VS അച്യുതാനന്ദന്റെ ഭാവി? അല്ല, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം VS-നെതിരെ നീക്കങ്ങളുമായി പോകുന്നത് ഗുണകരമാകില്ല എന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇപ്പോഴും എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ള കാര്യം അതുതന്നെയാണ്. പാർട്ടി എടുക്കുന്നതായിട്ടുള്ള നിലപാടുകൾക്ക് അനുസൃതമായിട്ടുള്ള നിലപാട് തുടരാനാണ് തൻ്റെ സമീപനം എന്ന നിലക്ക് തന്നെയാണ് VS-ൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യത്തെ പ്രതികരണം വരികയും ചെയ്തിരിക്കുന്നത്. വരാൻ പോകുന്ന പ്ലീനത്തിലെ പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത് സംഘടനാ വിഷയങ്ങൾ തന്നെയാണ്. സംഘടനാ വിഷയങ്ങളെന്ന് പറഞ്ഞാൽ അതിൻ്റെ കേന്ദ്രബിന്ദു കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിഭാഗീയത തന്നെയാണ്. ആ വിഭാഗീയത പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് കൂടി കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് തീർച്ചയായിട്ടും ഈ കേസ് വളരെ സഹായകരമായി തീരും എന്നതാണ് പൊതുവിൽ ചർച്ച ചെയ്യുന്നൊരു കാര്യം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങളെ വളരെ ശരിയായിട്ടുള്ള രീതിയിൽ വിചാരണ ചെയ്യുന്നതിന് പകരമായിട്ട് കേസിൻ്റെ സാങ്കേതിക തലങ്ങളിൽ മാത്രം ചർച്ച ചെയ്ത് കേസ് ഡിസ്ചാർജ് ചെയ്യുന്നതായിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഗുണകരമായ കാര്യമല്ല. ഇതിനകത്ത് കാർത്തികേയൻ്റെ പങ്കും അതേപോലെ തന്നെ പിണറായിയുടെ പങ്കും അതിൻ്റെ പിന്നാലെ വന്നിരുന്നതായിട്ടുള്ള ശർമ്മയുടെ പങ്കും ഒക്കെ തന്നെ പരിശോധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ മാത്രമാണ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ വിഷയത്തിൽ എത്രമാത്രം അപകടകരമായിട്ടുള്ള ഇടപെടലുകളാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും അതേപോലെ ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ പിണറായി വിജയൻ SNC ലാവ്ലിൻ കേസിൽ പ്രതിയല്ല. അദ്ദേഹം ഉൾപ്പെടെ 7 പേരെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞു. CBI ഇനി എടുക്കാൻ പോകുന്ന നിലപാട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുക എന്നുള്ളതാണ്. ഹൈക്കോടതിയിലും ഇതിൽ പരിപൂർണമായ ഒരു വിജയം പാർട്ടിക്കുണ്ടാകുമെന്ന പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? ഈ കേസിൽ ഇനി അങ്ങോട്ട് ഒരു തരത്തിലും ഒരു പ്രതിബന്ധം ഈ കേസ് ഉണ്ടാക്കില്ല സംഘടനയ്ക്കും പിണറായിക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഈ കേസിൻ്റെ കഥ മിക്കവാറും കഴിഞ്ഞതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഹൈക്കോടതി അപ്പീൽ കൊടുത്താൽ ഈ കേസ് പുനർവിചാരണയ്ക്കെടുക്കുമെന്നും ഞാൻ കണക്കാക്കുന്നില്ല. അവരെല്ലാം വക്കീൽമാരവിടെ വാദിച്ച് സമർത്ഥിക്കാൻ നോക്കിക്കോട്ടെ. ഞാനൊരു ലേമേൻ എന്നിടയ്ക്ക് എൻ്റെ അഭിപ്രായം പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ അപ്പീൽ കൊടുത്തൊരു കുഴപ്പമുണ്ടാക്കുമെന്നൊരു പേടി പാർട്ടി അണികളിലോ ജനങ്ങളിലോ ഉണ്ടാക്കി തീർക്കുവാൻ ഉപകരിക്കുമെങ്കിൽ ആ വഴിക്ക് നീങ്ങിക്കൊള്ളട്ടെ. പക്ഷെ അത് നടക്കാൻ പോകുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പാർട്ടി കൂടുതൽ ശക്തമായി തീർന്നിരിക്കുന്നു, ഇനിയും കൂടുതൽ ശക്തിപ്പെടാൻ പോവുകയാണ്. വിഭാഗീയത ഏതാണ്ട് പൂർണ്ണമായി അസ്തമിക്കുന്നു. അതുകൊണ്ട് പൂർണ്ണമായി എന്ന് പറയുമ്പോൾ ഇനി തിരിച്ചു വരില്ലെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, തിരിച്ചു വരാൻ പാടില്ലായകയുമില്ല.
ഏതായാലും ഇപ്പോൾ അവൻ്റെ കഥ മിക്കവാറും അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത് CPM-നെ ശക്തിപ്പെടുത്തുന്നുണ്ട്, LDF-നെ ശക്തിപ്പെടുത്തുന്നുണ്ട്. ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പം മാറിയതുകൊണ്ട് ജനങ്ങളുടെ പിൻബലവും ശക്തമായിട്ട് CPM-നും LDF-നും ഇനി വർദ്ധിക്കാൻ പോവുകയാണ്. ആശയക്കുഴപ്പങ്ങൾ താങ്കൾ ആദ്യം സൂചിപ്പിച്ചു LDF-ലെ ഘടകകക്ഷികളുമായുള്ള CPM-ന്റെ ബന്ധത്തെ ഇത് നേരത്തെ ദുർബലമാക്കിയിരുന്നു, ഇനി അത് കൂടുതൽ ഊർജ്ജസ്വലമാകാൻ പോകുകയാണ് എന്ന്. യഥാർത്ഥത്തിൽ പൂർണ്ണമായും വിഭാഗീയത ഒഴിവാക്കിയില്ലെങ്കിൽ അത് LDF-ലെ ഘടകകക്ഷികൾ തമ്മിലുള്ള ബന്ധത്തെ ഇനിയും ദോഷകരമായി തന്നെയല്ലേ ബാധിക്കുക? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വിഭാഗീയത മിക്കവാറും അസ്തമിക്കുകയാണ്. എന്നാൽ വിഭാഗീയത ഇനിയും ഉണ്ടായിക്കൂടാകുകയില്ല. വിഭാഗീയത ഉണ്ടാവുന്നത് മറ്റ് ചില പ്രശ്നങ്ങളുടെ ആധാരമാക്കിക്കൊണ്ടാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വീണ്ടും ഉയർന്നു വന്നാൽ പിന്നെ ഉണ്ടാവാം, ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് ഏതെങ്കിലും കാലത്ത് ഉണ്ടാവാം. അപ്പം അതുകൊണ്ട് എല്ലാ കാലത്തേക്കും പിന്നെ വിഭാഗീയത ഉണ്ടാവില്ലെന്ന് ആർക്കും പറയാൻ കഴിയും. അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, ഇവിടെ കോടതിയുടെ വിധിന്യായത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഭരണതലത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകൾക്ക് ആരും ഉത്തരവാദികളല്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള അഴിമതികളിൽ ആരെങ്കിലും ശിക്ഷിക്കാൻ കോടതിക്ക് കഴിയുമോ? CBIക്കെതിരായ വാദഗതികൾ, പിണറായിക്ക് വേണ്ടി ഉന്നയിച്ച എല്ലാ വാദഗതികളും അതിൻ്റെ ഒരു സംക്ഷിപ്തമായിരുന്നു വിധിന്യായത്തിലുണ്ടായത്. ഇതെങ്ങനെ സംഭവിക്കുന്നു? അല്ല, ഈ കോടതി എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഓർഡർ കണ്ടെങ്കിലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഇവിടെ നടക്കുന്ന കഴിഞ്ഞ കുറേ കാലങ്ങളായി നടക്കുന്ന കോടികളുടെ അഴിമതികൾ, ജനങ്ങളുടെ പൈസ, പൊതുഖജനാവ് കൊള്ളയടിക്കുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും വളരെ ഈസിയായിട്ട് ഊരിപ്പോകുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അത് നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികളുടെ കെടുകാര്യസ്ഥതയും ഈ അഴിമതി പണം ഉപയോഗിച്ച് അവരെ കൈക്കലാക്കുന്ന, അവരെ കയ്യിലെടുക്കുന്ന ഒരു അവസ്ഥയുമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ആത്യന്തികമായിട്ട് നഷ്ടപ്പെടുന്നത് പൊതുജനങ്ങൾക്കാണ്, പൊതുഖജനാവാണ് നഷ്ടപ്പെടുന്നത്. ഇതിന് ആരെയാ കുറ്റം പറയാൻ പറ്റുക? ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി കൃത്യമായി അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ ഇതിനകത്ത് ആരാണ് പ്രതി? ഇപ്പോൾ ഇത് നഷ്ടപ്പെട്ടു എന്നുള്ളത് കൃത്യമാണ്, എല്ലാ ജനങ്ങൾക്കും അറിയാം. പണം നഷ്ടപ്പെട്ടു, പൊതുഖജനാവിന് 300 ചില്ലുവാനും കോടി നഷ്ടപ്പെട്ടു. ഇത് ആരും കൈക്കലാക്കിയെന്ന് അന്വേഷിക്കാൻ അന്വേഷണ ഏജൻസിയായ CBIക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആർക്കാ കഴിയുക? തിരികെ താങ്കളിലേക്ക് VS സുനിൽകുമാർ, ബാലാനന്ദൻ കമ്മിറ്റി റിപ്പോർട്ട് താങ്കൾ കണ്ടു കാണും, താങ്കൾക്ക് അതിലെ ശുപാർശകൾ നന്നായി അറിയാമെന്ന് കരുതുന്നു. ബാലാനന്ദൻ കമ്മിറ്റി റിപ്പോർട്ടിനെയും ഈ ലാവ്ലിൻ ഇടപാടിലെ നഷ്ടം ചൂണ്ടിക്കാട്ടിയ CAG റിപ്പോർട്ടിനെയും താരതമ്യം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ബാലാനന്ദൻ കമ്മിറ്റി റിപ്പോർട്ട് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടാണ്. അതുകൊണ്ട് അതിന് വിദഗ്ധരുടെ പിൻബലമില്ല എന്ന വാദത്തെ CPIക്ക് ന്യായീകരിക്കാൻ കഴിയുമോ? അല്ല, ഈ കേസിൽ വളരെ വിദഗ്ധമായ വക്കീലന്മാര് അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ട്, പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്നുകൊണ്ടും അപ്പുറത്ത് നിന്നുകൊണ്ട് CBIക്ക് വേണ്ടിയും എല്ലാം തന്നെ വാദപ്രതിവാദം നടത്തി കഴിഞ്ഞ് വിധി പ്രസ്താവിച്ചിരിക്കുന്ന ഒരു കേസാണത്. ആ കേസിൽ ഇനി ബാലാനന്ദൻ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് വിദഗ്ധന്മാരുണ്ടായിരുന്നില്ല എന്നും വിദഗ്ധന്മാരുണ്ടായിരുന്നു എന്ന വാദഗതിക്ക് യാതൊരു പ്രസക്തിയുമില്ല. അപ്പൊ ഇവിടെ ഒരു കേസിൽ വിധി പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ ചാനൽ വന്നിരുന്നു കൊണ്ട് ആ കേസിന്റെ വീണ്ടും ഓപ്പൺ ചെയ്യുക എന്ന് പറയുന്നത് നിയമപരമായ കാര്യമല്ല. അങ്ങനെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. വിധി വന്നിരിക്കുകയാണ്. ഈ പറയുന്ന വാദഗതിക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം ഗവൺമെന്റ് സമർപ്പിച്ച, മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ പിന്നെ ഏൽപ്പിച്ചൊരു കമ്മിറ്റി ആണെങ്കിൽ തന്നെ ഗവൺമെന്റിന് ആ കമ്മിറ്റി റിപ്പോർട്ടിനെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യാനുള്ള അധികാരം ഗവൺമെന്റ് ഉണ്ട്. മാത്രമല്ല, ഒരു കേസിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലിന് ആ റിപ്പോർട്ടിന്റെ സാങ്കത്യത്തെ ചോദ്യം ചെയ്യാൻ, നിയമപരമായി ചോദ്യം ചെയ്യാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ചോദ്യം ചെയ്താൽ ആ ചോദ്യം ചെയ്ത കാര്യങ്ങളെ കാര്യകാരണ സഹിതം നിഷേധിക്കാനുള്ള അധികാരം പ്രോസിക്യൂഷനുണ്ട്. അങ്ങനെയുള്ള എല്ലാ നിയമ നടപടികളും ട്രയലും ഭരണതലത്തിൽ ഉണ്ടായിട്ടുള്ള പരാജയങ്ങൾക്ക്, വീഴ്ചകൾക്ക് ആരും ഉത്തരവാദിയല്ല എന്ന കോടതി വിധിന്യായത്തിലെ പരാമർശം താങ്കളെ അത്ഭുതപ്പെടുത്തുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു അഴിമതി കേസിൽ ആരെയെങ്കിലും കുറ്റപ്പെടുത്താനോ ശിക്ഷിക്കാനോ നമുക്ക് കഴിയുമോ? ഇത് വിചിത്രമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇതിനകത്തുള്ള വിചിത്രം എനിക്ക് തോന്നുന്നൊരു പിന്നെ ഇതിനകത്ത് രണ്ട് കരാറുകളിൽ ഒപ്പുവെച്ച കാർത്തികേയനെ പ്രതിയാക്കാതെ
സഖാ പിണറായി വിജയനെ പ്രതിയാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ വൈരുദ്ധ്യമാണ് നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ട കാര്യം. ഈ കേസല്ല നമ്മൾ അത്ഭുതപ്പെടുത്തേണ്ട കാര്യം. ശ്രീ സുനിൽകുമാർ, ഹൈക്കോടതി CBIയോട് ആവശ്യപ്പെട്ടത് സർക്കാർ ഖജനാവിന് 374 കോടി രൂപയുടെ നഷ്ടമുണ്ടായതിന്റെ ഉത്തരവാദികൾ ആരാണ്, എന്താണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വീഴ്ചകൾ? നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ വൈദ്യുതി ഉൽപ്പാദനത്തിൽ ഈ നവീകരണത്തിന് ശേഷം ഉൽപ്പാദനം കൂട്ടാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷിച്ചത്. ഈ അന്വേഷണത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ കരാറിൽ ഭാഗികമായ ഉത്തരവാദിത്വമുള്ള ജി കാർത്തികിനെ ഒഴിവാക്കിയെന്നത് അന്വേഷണത്തിലെ വീഴ്ചയാണ്. അതൊരിക്കലും കോടതി വിധിന്യായത്തെ ന്യായീകരിക്കുന്നതാകുന്നില്ല. അല്ല, അന്വേഷണത്തിന്റെ വീഴ്ച ഉണ്ടെങ്കിൽ അത് കോടതിയിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതായിരുന്നു. അന്വേഷണത്തിനകത്ത് വീഴ്ചയുണ്ട് എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? കാരണം കോടതി, ഇവിടെ നേരത്തെ വക്കീൽ സൂചിപ്പിച്ച പോലെ, ആ കോടതി വിധിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ കോടതി വിധിയിൽ ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് തന്നെയാണോ ഈ വിടുതൽ ഹർജിക്ക് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹത്തെ പ്രതിപട്ടികയിൽ നിന്ന് മാറ്റിയതെന്ന കാര്യം നമ്മൾ പരിശോധിച്ചാലേ പറയാൻ കഴിയുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന പോലെ ഇവിടെ പിന്നെ വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി നേരത്തെ നമ്മുടെ പത്രപ്രവർത്തക സുഹൃത്തുക്കൾ സൂചിപ്പിക്കേണ്ടായി. വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടല്ല ഈ കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിനകത്ത് കോടതി എന്താണ് പറഞ്ഞിരിക്കുന്ന കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതറിയാൻ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം പറയാൻ ഗോപീഷൻ അനുവദിക്കണം, ഇതിനേക്കാൾ ഗൗരവമായ ഒരു കാര്യം നിങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? ഇവിടെ ഒരു വിടുതൽ ഹർജി വന്നപ്പോൾ കോടതി അത് ട്രയൽ നടത്തി അംഗീകരിച്ചിരിക്കുന്നു. നമ്മുടെ തൃശ്ശൂരിലെ വിജിലൻസ് കോടതിയിൽ ഒരു വിടുതൽ ഹർജി വന്നപ്പോൾ അത് അംഗീകരിക്കാതെ കേസ് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ ഒരു കേസിൽ ആ കേസ് തന്നെ പിൻവലിക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. ആ കാര്യത്തെക്കുറിച്ച് കൂടി നമ്മൾ ചർച്ച ചെയ്യാൻ പറ്റുമോ? പിന്നെ നമ്മുടെ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള പാമോയിൽ കേസിൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള കേസുമായി ബന്ധപ്പെട്ട പ്രതികളാണ് എന്ന് കോടതി പറഞ്ഞിരിക്കുന്ന അവരുടെ വിടുതൽ ഹർജി ഒരു കാരണവശാൽ അംഗീകരിക്കാൻ പറ്റില്ല, വിചാരണ നടത്തണം എന്ന് പറഞ്ഞൊരു കേസിൽ ഈ ഗവൺമെന്റ് ആ കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ അത്ഭുതപ്പെടുത്തേണ്ട, ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അത്ഭുതപ്പെടുത്തേണ്ട ഒരു സംഗതി അതാണ്. നിങ്ങൾ എന്തുകൊണ്ട് അത് ചർച്ച ചെയ്യുന്നില്ല? അപ്പൊ ഇവിടെ സഖാവ് പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു കേസ് പിൻവലിക്കപ്പെട്ടതിന്റെ നിയമപരമായ കാര്യങ്ങളെല്ലാം തലനാരിന് കീഴിൽ ചർച്ച ചെയ്ത് അതെല്ലാം തീരുമാനിച്ചതിന് ശേഷം ട്രയൽ കോടതി ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പലറ്റ് കോടതിയിൽ പോകാൻ വേണ്ടി CBIക്ക് അധികാരമുണ്ട്. അവർ പോകട്ടെ, അവർ പരിശോധിക്കട്ടെ. ഇനി നേരത്തെ ഉണ്ണികൃഷ്ണൻ വക്കീൽ പറഞ്ഞ പോലെ ഈ കേസിന്റെ വിധി പകർപ്പിന്റെ പൂർണ്ണ രൂപം കിട്ടിയതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം, അങ്ങനെയല്ലേ ഉണ്ടോ എന്ന കാര്യം ചർച്ച ചെയ്യാം. ലിജു ചേരുന്നു ടെലിഫോൺ ലൈനിൽ. ലിജു, എന്താകും ലാവ്ലിൻ കേസിന്റെ ഭാവി ഇനി? ഇപ്പൊ നേരത്തെ തന്നെ ബഹുമാന ശ്രീ സുനിൽകുമാർ പറഞ്ഞതുപോലെ ഇതൊരു ട്രയൽ കോർട്ടിന്റെ വിധിയാണ്. ഈ ട്രയൽ കോർട്ടിന്റെ വിധിയെ സംബന്ധിച്ച് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ തന്നെ അന്തിമമായ ഒരു വിധി വരുമ്പോൾ മാത്രമായിരിക്കും ലാവ്ലിൻ കേസിന്റെ ഭാവി എന്താണ് എന്ന് അന്തിമമായി തീരുമാനിക്കപ്പെടുന്നത്. എനിക്ക് ഇപ്പോ ഇതുവരെ ഈ ജഡ്ജ്മെന്റിന്റെ പൂർണ്ണ രൂപം എനിക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് കേട്ട വിവരങ്ങൾ വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഡിസ്ചാർജ് ഉണ്ടായിരിക്കുന്നത് കോടതി, അതായത് എവിഡൻസിലേക്ക് കടന്നിട്ടുള്ള ഒരു വിധിയാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഒരു ഡിസ്ചാർജ് പെറ്റീഷനെ സംബന്ധിച്ച് അത് അസ്വാഭാവികം തന്നെയാണ്. കാരണം ഒരു ഡിസ്ചാർജ് പെറ്റീഷൻ സാധാരണ അനുകൂലമായ വിധി ഉണ്ടാവുന്നത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം. പ്രൈമ ഫാസി കേസ് ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു ഡിസ്ചാർജ് പെറ്റീഷൻ സാധാരണ കോടതി അനുവദിക്കുന്നത്. ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എവിഡൻസിലേക്ക് കോടതി കടന്നു ചെന്ന് ആ എവിഡൻസ് അനുസരിച്ച് ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ എവിഡൻസിനെ ഓപ്പൺ കോർട്ടിൽ ഡിഫെൻഡ് ചെയ്യണ്ടേ? ഈ തെളിവ് നൽകിയവർക്ക് തെളിവ് മാർക്ക് ചെയ്ത് അവർക്ക് ആ തെളിവിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള അവസരം കൊടുക്കാതെ ഒരു കോടതിക്കും ആ തെളിവിനെ തള്ളിക്കളയാൻ പറ്റില്ല. ഞാനത് മുൻകൂറായിട്ടൊരു കോടതിയുടെ വിധിയെ ഞാൻ വിമർശിക്കുന്നില്ല. പക്ഷേ എനിക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത്തരത്തിൽ അസ്വാഭാവികതകളുണ്ട്. കോടതി മെരിറ്റിലേക്ക് കടന്ന് ഒരു കേസിൽ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അസ്വാഭാവികം തന്നെ, അത് പറയുന്നതിന് ഒരു മടിയില്ല. ദയവായി തുടരുക ലിജു. ഇപ്പോൾ MM ലോറൻസിലേക്ക് ഒരിക്കൽ കൂടി. ലോറൻസ്, ഇവിടെ മുമ്പ് സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. ബാലാനന്ദൻ താങ്കളുടെ സഹപ്രവർത്തകനായിരുന്നു നിരവധി വർഷങ്ങളോളം. അദ്ദേഹത്തെയാണ് പാർട്ടിയും പാർട്ടിയുടെ അഭിഭാഷകനും മറ്റൊരു നേതാവിനെ കോടതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി തള്ളി പറഞ്ഞിരിക്കുന്നത്. താങ്കൾ എങ്ങനെ കാണുന്നു ഇക്കാര്യത്തിൽ? ഞാനിപ്പോൾ ആ വിഷയത്തിലേക്ക് തൽക്കാലം കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബാലാനന്ദൻ ഞങ്ങൾ തമ്മിൽ വലിയ അടുപ്പമായിരുന്നു, എൻ്റെ സഖാവായിരുന്നു, സുഹൃത്തായിരുന്നു, അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അദ്ദേഹം പ്രഗത്ഭനായിട്ടുള്ള ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു. പിന്നെ ഈ അന്വേഷണത്തെ സംബന്ധിച്ച് അദ്ദേഹം എടുത്ത നിലപാടിനെ സംബന്ധിച്ചൊരു അഭിപ്രായം രൂപീകരിക്കാൻ വേണ്ടിയിട്ടോ അതേപ്പറ്റി വിശകലനം നടത്താൻ വേണ്ടിയിട്ടോ ഉള്ളൊരു വേദിയായി തൽക്കാലം
ഇത് മാറ്റിക്കൂടാ എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ NM പിയേഴ്സൺ, ഇനി വരുന്ന ദിവസങ്ങളിൽ പാർട്ടി പ്ലീനം നടക്കാൻ പോകുന്നു. പാർട്ടി പ്ലീനത്തിന് ശേഷം കേരളത്തിലെ CPM രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണ്? താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, CPMനെ സംബന്ധിച്ചിടത്തോളം ഈ വിധി വളരെ ആശ്വാസകരമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ലാവ്ലിൻ കേസുമായിട്ട് CPM ബന്ധപ്പെടുന്ന സമയത്ത് CPMലെ എപ്പോഴും തന്നെ വളരെ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നത് അതിൻ്റെ അകത്തുള്ള വിഭാഗീയതയെ ആളിക്കത്തിക്കുന്നതിന് ഈ കേസ് വളരെ സഹായകരമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇത് ആളിക്കത്തിക്കുന്നതിന് സഹായകരമായിട്ടുള്ള അന്തരീക്ഷം ഇല്ലാതാക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സംഘടനയെ സംബന്ധിച്ചിടത്തോളം സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ ചിട്ടയായിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള സാധ്യത വർദ്ധിക്കും എന്നുള്ളതാണ്. പക്ഷേ ആ സാധ്യതയെ ഒരിക്കൽ പോലും ഒരു സെക്രട്ടറിയുടെ ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലേക്കാണ് വികസിക്കപ്പെടുന്നതെങ്കിൽ വീണ്ടും എനിക്ക് തോന്നുന്നു CPM വൻപിച്ച തരത്തിലുള്ള കുഴപ്പങ്ങളിലേക്കായിരിക്കും ചെന്നുപെടുക. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ NM പിയേഴ്സൺ, ശ്രീ MM ലോറൻസ്, അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, ഷെബിൻ, ഒപ്പം തന്നെ ശ്രീ VS സുനിൽകുമാർ ഈ ചർച്ചയിൽ